ഹലോ ഗായ്സ്, അങ്ങനെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇന്നത്തെ വ്ളോഗെന്ന്. ആക്ച്വലി ഒരു ട്രാവൽ വ്ളോഗൊന്നല്ല, പക്ഷേ നമ്മൾ ഏകദേശം എന്നുവെച്ചാൽ കണ്ണൂർ എനിക്ക് വോക്കിന് വേണ്ടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു. സോ വോക്ക് കഴിഞ്ഞ് പിറ്റേന്ന് നമ്മൾ കോഴിക്കോടേക്ക് തിരിച്ചു വരുന്ന സമയത്ത് വിചാരിച്ച് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാമല്ലോ എന്നുള്ളത്. സോ മോസ്റ്റ്ലി കണ്ണൂർ ബീച്ച് തന്നെയാണല്ലോ. പക്ഷേ ബീച്ച് ഉച്ച സമയം നമ്മൾ കോഴിക്കോടിലേക്ക് തിരിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്ത് ബീച്ച് പോകാനുള്ള ഒരു ഇതില്ലായിരുന്നു എനിക്ക്. ഉച്ചയ്ക്കൊന്നും ഞാൻ ബീച്ച് ചൂസേ ചെയ്യൂല. സോ അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും ബീച്ചിന് നിയർ ബൈ ആയിട്ടുള്ളൊരു പെറ്റ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. കണ്ണൂർ തലശ്ശേരിയൊക്കെ എത്തുന്നതിന് തൊട്ട് മുന്നേ ഒരു അടിപൊളി സ്ഥലമായിരുന്നു. പെറ്റ് സ്റ്റേഷനാണ്. എനിക്ക് തോന്നുന്നു അധികം ആർക്കും അറിയില്ലാന്ന് തോന്നുന്നുള്ളത്. കോഴിക്കോടുള്ള എനിക്കൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. പക്ഷേ എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. നമ്മളവിടെ എത്തി. അങ്ങനെ എൻട്രി ഫീസ് ഉണ്ടായിരുന്നു കേട്ടോ. എൻട്രി ഫീസൊക്കെ എടുത്ത് അതേപോലെ തന്നെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ഇതായിരുന്നു വീടോ. അടിപൊളിയായിരുന്നു. ഗുങ്കുന് ഭയങ്കര പേടി കേട്ടോ. ഗുങ്കു ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. സോ അവൻ നിലത്ത് ഇറങ്ങുന്നില്ലായിരുന്നു. മാറി ഞാനും കണ്ണേട്ടും മാറി എടുക്കുക തന്നെയായിരുന്നു. നിലത്ത് കുട്ടി കാല് കുത്തുന്നില്ല എന്ന് സത്യം പറഞ്ഞാൽ പറയാം. സോ അവന് ഇങ്ങനെ ഈ വലിയ ഫിഷ്, അതേപോലെ തന്നെ അരയന്നം, കുതിര, അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് അവൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. പക്ഷേ ഞങ്ങളെല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് ഓരോന്നൊക്കെ കാണായിരുന്നു. കാരണം ആ ഗ്ലാസ്സൊക്കെ തൊടാണ്ട് ഞാൻ ഇങ്ങനെ തൊട്ടുകൊണ്ട് ഭയങ്കര തണുപ്പുണ്ടായിരുന്നു കേട്ടോ. കാരണം വെള്ളത്തിൻ്റെതായതുകൊണ്ട് ഇതാണ് അവസ്ഥ. പിന്നെ നമ്മൾ കയറുന്ന സമയത്ത് നമുക്ക് ഒരു ടിക്കറ്റിൽ എക്സ്ട്രാ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഇങ്ങനെ ഈ കിളീനെ കയ്യിൽ വെക്കാം, അതല്ലെങ്കിൽ ഫിഷിന് ഫീഡ് ചെയ്യാം. നമ്മൾ രണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനാണ് പോകുന്നത്. എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷേ പേടിയാണ്, എല്ലാം ചെയ്യും വേണം കേട്ടോ. എനിക്ക് ഇങ്ങനെ കോഴിക്കുട്ടികളെ വരെ പിടിക്കാൻ വേണ്ട പേടിയാണ്. അവൻ എൻ്റെ ബാക്കിലാണ് ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ടായിരുന്നു. പിടിക്ക്, കിസ് ചെയ്യും, പോസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതിന് നല്ല വെയിറ്റ് ആയിരുന്നു. ആ വെയിറ്റ് ഒന്നാമത് ഇപ്പുറത്ത് ഗുങ്കു, ഒന്ന് ഇപ്പുറത്ത് കിളി, രണ്ടിൻ്റെ വെയിറ്റിക്ക് താകാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ ഒരുവിധം ഞാൻ പിടിച്ച് പോസ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് എന്ത് ചെയ്ത് ഡോഗ്സിനൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഡോഗ്സൊക്കെ എന്താണല്ലോ ഒരു അനക്കമില്ല, ഭയങ്കര ഫിറ്റായി കിടക്കുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പാവം തോന്നുന്നുണ്ട് നമുക്ക് ഇതിനെ കാണുമ്പോൾ. എന്തോ സെഡേഷൻ ഒന്ന് കൊടുത്ത പോലെ തോന്നുന്നു. എല്ലാം ഇങ്ങനെ കിടക്കുന്നുണ്ട്, മയങ്ങി കിടക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഇനി എന്തായാലും അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഫിഷിനെ ഫീഡ് ചെയ്യാനാണ്. അപ്പോൾ ഫിഷിന് ഫീഡ് ചെയ്യാൻ നമ്മളെ കൂടുതൽ എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ അവരിങ്ങനെ ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട് എങ്ങനെയാണ് ഫീഡ് ചെയ്യേണ്ടതെന്നൊക്കെ. കാരണം ചിന്നു ഇങ്ങനത്തെ ഇന്നെ പോലെ തന്നെ ഭയങ്കര പേടി. പക്ഷെ നല്ല രസമല്ലേ. പക്ഷേ ഫിഷിനെ ഞാൻ ഫീഡ് ചെയ്തില്ല. ഞാൻ ചെയ്യുന്നില്ല. ഞാൻ വീഡിയോസ് എടുത്തു. അപ്പോൾ ഗുങ്കു ഇങ്ങനെ നോക്കി നല്ല ഭംഗിയുണ്ട്. എനിക്ക് കാണാൻ എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഫീഡ് ചെയ്യുന്ന സ്ഥലത്തായിട്ട് ഇങ്ങനെ പാഞ്ഞളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗുങ്കുവിന് അതും പേടിയാണ്.
ഫൈനലി എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു സാധനമാണിത്. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് സ്നേക്ക് പാർക്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും കണ്ടോ പിടിക്കുന്നുണ്ടാവുക. നമുക്കൊരു ചാൻസ് ഉണ്ട് ഇങ്ങനെ കാണാനുള്ളത് കേട്ടോ ലൈവായിട്ട്. കാരണം വെച്ചാൽ അവരെന്തോ വീക്കിലി എന്തോ ഫീഡ് ചെയ്യുള്ളൂ പാമ്പിനൊക്കെ. അപ്പോൾ കറക്റ്റ് നമ്മൾ ചെന്ന സമയമായിരുന്നു, എല്ലാവരുടെ വായലും എര ഉണ്ടായിരുന്നു. നല്ല പേടിയാണ്, പക്ഷേ എനിക്ക് ഇതൊക്കെ കാണും വേണ്ട, അങ്ങനത്തെ ഒരു ടൈപ്പ് ആളാണ് ഞാൻ. അപ്പോൾ എന്തായാലും കണ്ടു, വീഡിയോസൊക്കെ എടുത്തു. പാവം തോന്നുകയും ചെയ്യും, പക്ഷേ അവർക്കും കഴിക്കണ്ടേ, അതുകൊണ്ട് ഇങ്ങനെ നോക്കി നിന്നു. എന്തായാലും നമ്മളൊക്കെ ചിക്കനൊക്കെ കഴിക്കുന്ന പോലെ തന്നെ അവരും കഴിക്കുകയാണ്. ഹോണസ്റ്റ്ലി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം വെച്ചാൽ ഞാനിതിന് മുന്നേ ഈ സ്നേക്ക് പാർക്കിലൊക്കെ പോയിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു പെറ്റ് സ്റ്റേഷൻ ഫസ്റ്റ് ടൈം ആയിരുന്നു. സോ ഗുങ്കൂനായിക്കോട്ടെ ഞങ്ങൾക്കായിക്കോട്ടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം വെച്ചാൽ ബിസി സ്കെഡ്യൂളായിരുന്നു, എനിക്ക് വർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. പക്ഷേ ഇതൊരു എന്താ പറയുക അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു ക്വാളിറ്റി ടൈം തന്നെയായിരുന്നു നമുക്ക്. പക്ഷേ എനിക്ക് അച്ഛനെ കൂടി കാണിക്കണം, അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, പക്ഷെ അച്ഛനെ കാണിക്കാൻ പറ്റിയില്ല, കാരണം അച്ഛൻ വന്നിട്ടില്ലായിരുന്നു. എന്തായാലും പിന്നെ എപ്പോഴെങ്കിലും അച്ഛനെയും കൊണ്ട് കാണിക്കണം. എന്തായാലും ഞങ്ങളുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എല്ലാ വീഡിയോസും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പേജ് ഒന്ന് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ നമ്മൾ കാത്തു നിൽക്കുക. ഓരോ വീഡിയോസും ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യുന്നേക്കും, ഭയങ്കര ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ മെല്ലെ മെല്ലെ അപ്ലോഡ് ചെയ്യും. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു വ്ളോഗാണ്. എനിവേ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. അതൊരു ബൈ.